അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു മീൻ ഞാൻ വറുത്തരച്ച് വെക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. ഞാൻ സാധാരണ വറുത്തരച്ചൊന്നും വെക്കാറില്ല. ഈ ഒരു മീൻ കിട്ടിയാൽ എൻ്റെ വീട്ടിലൊക്കെ വറുത്തരച്ച് വെക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഞാൻ മീൻ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മീൻ കിട്ടിയതാണ്, അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പം ഞാൻ മീനൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം ഐസായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ആക്കാനുള്ളതാണ്. അപ്പോൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി നാളികേരമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാളികേരം ചേർത്ത് കൊടുത്തിട്ടൊന്ന് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്കൊരു 5-10 ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി കട്ടാക്കിയതും ഒരു 5-6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, അതും കട്ടാക്കി ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. കുറച്ചൊന്ന് വറുത്തെടുത്ത ശേഷം ഞാൻ അതിലോട്ട് മസാല ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിത് വറുത്തെടുക്കുകയാണ്. അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വറുത്തെടുത്തിട്ട് ഞാനത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തണുത്തതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുത്തു കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 3 കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേപ്പില, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ആവോലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവോലി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കാം. മീനൊന്ന് കുക്കായി വരുന്നവരെ നമുക്ക് കുക്കാക്കി എടുക്കാം കേട്ടോ. കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ ഉടഞ്ഞു പോകട്ടാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വറ്റി മീനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് തവി ഇട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ നമ്മുടെ മീനൊക്കെ ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് അങ്ങനെ ചുറ്റിച്ചു കൊടുത്തത് കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അതൊന്ന് നമുക്കൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, ചെറിയുള്ളി ചേർത്ത് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് വേപ്പിലയും ഉണക്കമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ. ആവോലൊക്കെ ഒന്ന് വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.